ചാലക്കുടി പാലത്തോട് മേഖലയിൽ പുലിയെ കണ്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ യോഗം വിളിച്ചു. രാവിലെ 11 മണിക്ക് ചാലക്കുടി നഗരസഭയിലാണ് യോഗം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എല്ലാ ദിവസവും എവിടെയെങ്കിലും പുലിയെ കണ്ട ഒരു വാർത്തയെങ്കിലും നമുക്ക് നൽകാനുണ്ട്. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഹസൻ, കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ചാലക്കുടിയുടെ വിവിധ പ്രദേശങ്ങളിൽ പുലിഭീതിയിലാണ് ജനങ്ങൾ. നിരന്തരം പല സ്ഥലങ്ങളിലും പുലിയെ കാണുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 24-ന് ചാലക്കുടി നഗരത്തിൽ തന്നെയാണ് പുലിയെ കണ്ടത്. ഇതാണ് ആശങ്കകൾക്കിടയുണ്ടാക്കുന്നത്. മലയോര മേഖലയോ വനപ്രദേശമോ അല്ലാതെ ചാലക്കുടി നഗരത്തിനുള്ളിൽ പുലിയെ കണ്ടതോടുകൂടിയാണ് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഇതിനോടകം തന്നെ 100 ക്യാമറകൾ ചാലക്കുടി പുഴയോരത്തടക്കം വിവിധ മേഖലകളിലായി സ്ഥാപിച്ച് പുലിക്ക് വേണ്ടിയുള്ള നിരീക്ഷണം നടത്തുന്നു. തെർമൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തുന്നു. 4 കൂടുകൾ ഇതിനോടകം തന്നെ സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ വീണ്ടും പുലി കുടുങ്ങിയതോടുകൂടിയാണ് ഇന്ന് അടിയന്തര യോഗം വിളിക്കാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 11 മണിയോടുകൂടി ചാലക്കുടി നഗരസഭ ഹാളിലെത്തിയായിരിക്കും യോഗം ചേരുക. MLA അടക്കമുള്ള ജനപ്രതിനിധികളും യോഗത്തിൽ ചേരും. ഏത് തരത്തിൽ എത്രയും വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാമെന്നുള്ളത് തന്നെയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. അതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകളിലും ചാലക്കുടി നഗരസഭയിലും ഇതിനോടകം തന്നെ പുലിയുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കാക്കിക്കൊണ്ട് വേഗത്തിൽ മറ്റു നടപടികൾ കൂടി സ്വീകരിക്കുന്നതിനായിട്ട് അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിനാണ് യോഗം. 11 മണിയോടുകൂടി യോഗം ആരംഭിക്കും. തുടർ നടപടികളെ കുറിച്ച് അതിനുശേഷം കളക്ടർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റൈറ്റ്, ലെവിനാണ് വിവരങ്ങൾ നൽകിയത്. ചാലക്കുടി പാലത്തോട് മേഖലയിലാണ് പുലി സാന്നിധ്യമുള്ളത്.